ശ്രീ മോഹൻലാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പിന്തുണ നൽകി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇൻ വേർഡ്സ്? അതെനിക്ക് മാനസിക പിന്തുണ തന്നു. അത്ര തന്നെ. അവരെല്ലാവരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ശക്തമായി മുന്നോട്ട് പോകണം, പുലിക്കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സംഘടനയിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എക്സ്പെൽ ആയിട്ടുള്ള ഒരാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയധികം ആളുകളെ എതിർത്തുകൊണ്ട് സെന്ത്ര തോമസിന് ഇപ്പോൾ പ്രൊജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്താ പാട്? ഒരു പാടുമില്ല. ഇതൊക്കെ ഇവർ കാണിക്കുന്നതല്ലേ, ഇതൊക്കെ ഗിമിക്ക് മാത്രമാണ്. അത്രേ ഉള്ളൂ. ആകെപ്പാടെ സംഘടനയിലുള്ള 316 പേരാ. അതിൽ തന്നെ ഇവരുടെ ഡബിൾ വോട്ടുകൾ, ട്രിപ്പിൾ വോട്ടുകൾ ഒക്കെയാണ് ഈ പറഞ്ഞ കൂടുതലും. ശരിക്കുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 250 പേരായിരിക്കാം. അതാണ് ഒരു വർഷം തന്നെ സിനിമകൾ എത്ര എണ്ണം ഇറങ്ങുന്നത്, മനസ്സിലായി? അപ്പൊ ഇത്ര വർഷങ്ങളായിട്ടുള്ള ഇതില്ലേ, ഇതിന് പുറത്ത് സിനിമകൾ ചെയ്യുന്നവരാണ് അധികവും നല്ല മെജോറിറ്റിയും. അസോസിയേഷന്റെ പിൻബലം ഇല്ലാതെ സിനിമ ചെയ്യുന്നവരാണ്. പിന്നെ ഇവരെയൊക്കെ പിഴിഞ്ഞ് പൈസ മേടിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് ടെമ്പററി മെമ്പർഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോസ്റ്റർ സീൽ ചെയ്ത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മുട്ടാപ്പൊക്കെ. പക്ഷെ വിനയൻ സാറ് ഇവർക്കൊക്കെ എതിർത്ത് പടം ചെയ്ത ആളല്ലേ. ഇതൊക്കെ എതിർപ്പുണ്ടായിട്ടും പടം ചെയ്ത ആളാണ്. എല്ലാ സംഘടനകൾക്കും എതിരായിട്ട് നിന്നിട്ട് പോലും അദ്ദേഹം എനിക്ക് മുമ്പേ ഇവരുടെ നെഞ്ചത്ത് കൊടുവാള് വെച്ച് വെട്ടിയ ആളാണ് ശ്രീ വിനയൻ സാറ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പോരാളികൾ എന്നും ഉണ്ടാവും. എനിക്ക് ശേഷവും ആളുകൾ ഉണ്ടാവും. നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും സിനിമകൾ ഈയിടെയായി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സിനിമകൾ ചെയ്ത കാലഘട്ടം മറ്റൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറകൾ വന്നിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ പാനലിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരു സംഘടനയെ നയിക്കുന്നതിന്റെ എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളും സംഘടനയ്ക്കുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടില്ലേ. പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെ മനസ്സിലാക്കാത്തവർ അവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന നിർമ്മാതാവ് BBK മേനോൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഭയങ്കര പ്രതാപിയായ നിർമ്മാതാവായിരുന്നു. അനുഗ്രഹ പ്രൊഡക്ഷൻസ്, ദേവാസുരം ഒക്കെ ചെയ്ത് ഡെയ്സി ഒക്കെ ചെയ്തിട്ടുള്ള നിർമ്മാതാവ്. അതിനുശേഷം പിന്നെ പുള്ളി സിനിമ ചെയ്തിട്ടില്ല. എത്ര കാലം കഴിഞ്ഞു, സിനിമ മാറിയില്ലേ? ഇത് ടെക്നിക്കലി എല്ലാ രീതിയിലും സിനിമയുടെ കച്ചവട സാധ്യത എല്ലാം മാറി, എല്ലാ തരത്തിലും സിനിമ മാറി. അദ്ദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ കമ്മിറ്റിയിൽ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ് കാര്യം? എന്താണ് മലയാള സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ കഴിഞ്ഞ ദിവസം വിശാഖുമായിട്ട് ഫോണിൽ സംസാരിച്ച സമയത്ത് വിശാഖ് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. വിശാഖിനോട് ഞാൻ ചോദിച്ചു, വിശാഖ് കഴിഞ്ഞ 2 വർഷം നിങ്ങൾ എന്താണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടി ചെയ്തത്? ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്ന്. അപ്പം 2 വർഷം കൊണ്ട്, അല്ല 5 വർഷം എടുത്തു അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അല്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ 1 മിനിറ്റ് പോലും വേണ്ട, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ടാത്തോടത്താണ് 5 വർഷം എടുത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് എന്നിട്ട് അതിൽ കണ്ടന്റ്, എന്ത് പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ അതിനകത്ത് ചെയ്തേക്കുന്നത്? ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താ? അതിനകത്ത് ആകെപ്പാടെ ഒരു ശ്രീ സുരേഷ് ഗോപി ഒരു വെൽക്കം മെസ്സേജ് പറയുന്നതല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു കണ്ടന്റും പ്ലാൻ ചെയ്യാതെ. നിങ്ങൾക്കറിയാലോ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പും അതിന് ശേഷവും നമുക്ക് എത്ര പ്ലാനിങ് വേണമെന്നുള്ളത്, എത്ര കണ്ടന്റ് പ്ലാൻ ചെയ്യണം. ഒന്നുമില്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചേക്കുന്നു, മനസ്സിലായി? അതിൻ്റെ പേരിൽ കുറേ പൈസ അടിച്ച് മാറ്റിയേക്കുന്നു. അതാണ് ഈ കമ്മിറ്റി ആകെപ്പാടെ ചെയ്ത കാര്യമാണ്, മനസ്സിലായി? ആകെപ്പാടെ കഴിഞ്ഞ കമ്മിറ്റി ചെയ്ത കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിനകത്ത് തന്നെ കണ്ടന്റ് ഇല്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ. ഇനി എന്താണ് അടുത്ത കണ്ടന്റ്? സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടൊരു നടപടിക്രമങ്ങളില്ല, കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല, പക്ഷെ ഒരു സംഘടനയുണ്ട്. കഴിഞ്ഞ കമ്മിറ്റി എന്താണ് ചെയ്തേക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിലുള്ള ഒരാൾക്ക് സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ അവിടെ പോയിരുന്ന് അസോസിയേഷൻ്റെ ചെലവിൽ ഭക്ഷണവും കഴിച്ച് പിരിയുന്നത്? അവർക്കൊരു ഇന്നത്തെ കാലഘട്ടം അറിയില്ലേ? അവർക്കൊരു സൂം മീറ്റിംഗ് ചെയ്താൽ പോരെ? എന്തിനാണ് അവിടുത്തെ കറണ്ട് ചാർജ് കളയുന്നത്? എന്തിനാണ് അവിടുത്തെ സ്റ്റാഫിനെ വരുന്നത് മെനക്കെടുത്തുന്നത്? എന്തിനാണ് ഈ പറയുന്ന പോലെ ഫുഡും ചെലവും ഇതെല്ലാം വെറുതെ അവർക്ക് വന്നിരുന്ന് അത് കഴിഞ്ഞിട്ട് രാത്രി അവിടെ കയറിയിരുന്ന് കള്ളും കുടിച്ച് അർമാദിക്കുക? എന്തിനാണ് ബാക്കിയുള്ള നിർമ്മാതാക്കളെ അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് ഞങ്ങളുടെ പൈസ ഉപയോഗിക്കുന്നത്? ഈ എത്രമാത്രം ആണ് ഈ മെമ്പർഷിപ്പ് തുക, അല്ലെങ്കിൽ എത്രമാത്രമാണ് ഒരു പ്രൊഡ്യൂസറിന്റെ പിരിക്കുന്നത് KFPA? 1 ലക്ഷം രൂപ, ഇപ്പൊ 1.5 തോന്നുന്നു. അതൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അവർക്ക്? ഇതൊക്കെ വീട്ടിൽ പുട്ടടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഇതൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതാണ് മറ്റൊരാൾ അവിടേക്ക് വരാൻ അവർ സമ്മതിക്കാത്തത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു വിജയമില്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷമായിട്ട് എങ്ങനെ നിലനിൽക്കാൻ സാന്ദ്ര അനുവദിക്കാത്തത് അവരുടെ ഈ കൊള്ളരുതായ്മകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ്. അതെ അതെ,
അത് ഇപ്പം ശ്രീ സന്ദീപ് സേനൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞ എന്താണെന്ന് വെച്ചാൽ കീ പോസ്റ്റിൽ എന്തായാലും വരില്ല, അത് നമ്മൾ നിർത്തില്ല. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എങ്ങാനും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂട്ടരാജി വെച്ചാൽ മതി. പുതിയ കാലഘട്ടത്തിലെ ഒരു വ്യക്തിയാണെന്ന് ആലോചിച്ചോണം. ഈ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സന്ദീപ് സേനനെ പോലെ ഒരാൾ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. സ്ത്രീയായി നിലനിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പോരാട്ടം നയിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഫാമിലി അവര് തരുന്ന സപ്പോർട്ട് ചെയ്ത വിധത്തിലാണ്. അതാണല്ലോ എൻ്റെ സ്ട്രെങ്ത്, അതല്ലേ? അത് എൻ്റെ പപ്പയും മമ്മിയാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും ഇതിലേക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയാണ്. അവരെനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തില്ലേ ഈ ടൈമും ഇതും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇൻ്റർവ്യൂ മീഡിയ ഇതെല്ലാം അവരുടെ സ്വകാര്യ ജീവിതത്തെ കൂടെ അല്ലേ ബാധിക്കുന്നത്. സ്വകാര്യത എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിപ്പം അതൊരു രഹസ്യമാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മുടെ ചോര വെളിയിലോട്ട് വരുന്നത് പോലെയാണ്. മനസ്സിലായോ? അത് ആ സ്വകാര്യതേനെയാണ് ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത്. എന്നാലും അവരെല്ലാവരും ഞാൻ നിൽക്കുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടാണെന്ന് അറിയാവുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പൊരുതുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും വളരെ ശക്തമായി കൂടെ നിൽക്കുന്നുണ്ട്. ഒന്നും നോക്കട്ടെ എന്നാ എന്നോട് പറഞ്ഞേക്കുന്നത്, ഞങ്ങളുണ്ട് കൂടെ. ബുർക്കയായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ആ ഒരു ഐഡിയ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് ഹസ്ബൻഡ്? ഞാനങ്ങനെ ഐഡിയ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ എൻ്റെ മമ്മി ആക്ച്വലി എന്നോട് അത് പറയണേ. മമ്മി എന്നോട് കാഷ്വലി സംസാരിച്ച കൂട്ടത്തിൽ മമ്മി എന്നോട് പറഞ്ഞു, ഇവന്മാരുടെയൊക്കെ അടുത്ത് പോണേ പർദ്ദ ഇട്ടല്ലാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് എനിക്ക് ഈ പർദ്ദ എന്നുള്ളൊരു സാധനം കിട്ടുന്നത്. അപ്പം ഞാൻ അതിടാനുള്ള കാരണം ഇവരെൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളും എന്ന് വ്യക്തമായി. അവരെല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ അപ്പം ഞാൻ ഈ വരണാധികാരിയെ പോയി കണ്ടു. ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാവും. അപ്പം ഞാൻ എന്താണെന്നുള്ള പുള്ളിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്നു ഞാൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഭാഗത്താണ് ന്യായം. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേറെ നിവൃത്തിയില്ല, ഞാൻ 25 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്, എനിക്ക് വയസ്സായി, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല, മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിസ്സഹായമായിട്ടാണ് ഇറങ്ങിയത്. കാര്യം എനിക്കറിയാം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ശരിയാണെന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ നിവൃത്തികേടുകൊണ്ട് പുള്ളി തള്ളുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ബുർക്കയിട്ട് പോയത്. അതെൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു, എൻ്റെ ഒരു ഗതികേടിൻ്റെ ഭാഗമായിരുന്നു, എൻ്റെ പ്രൊട്ടസ്റ്റാണ് ഞാൻ കാണിച്ചത്. ഇപ്പം തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണോ അങ്ങനെയൊക്കെ ചെന്ന് എത്ര തൊലിക്കട്ടി എനിക്കുണ്ടോ എന്നൊക്കെ എനിക്ക് അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഞാനത് ചെയ്തു. അന്ന് ശരിക്കും പറഞ്ഞ ഒരു പരകായ പ്രവേശം നടന്ന പോലെ ആയിരുന്നു. ഞാൻ മീഡിയനെ ആയിട്ട് സംസാരിച്ചതാണേലും ഒക്കെ എനിക്ക് എവിടുന്ന് കിട്ടി എനിക്ക് ഇത്ര ധൈര്യം എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സാന്ദ്ര തോമസ് എഴുന്നേറ്റ് എന്ന ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ തന്നെ സമാനമായി തുടർ ദിവസങ്ങളിൽ ആ സംഭവമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന പോലെ പുഷ്പവതി എഴുന്നേറ്റ് നിന്ന് കോൺക്ലേവിനൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രം ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ സാർ ഉദ്ദേശിക്കുന്നതെന്ന് അടൂർ ഗോപാലകൃഷ്ണനോടാണ് ചോദ്യം ചോദിച്ചിരുന്നത്. ആ സംഭവം കണ്ടിരുന്നോ? പിന്നെയും സ്ത്രീകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പെട്ടെന്ന് പല വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? സന്തോഷവും അഭിമാനവും. ഒരാളെ വിട്ടുപോയി, ഉർവശി ചേച്ചി. അതെ, ഉർവശി ഈ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്ന ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടും അതിനെ ചോദ്യം ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഉർവശി ചേച്ചി, പുഷ്പവതി ചേച്ചി, ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം എനിക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പല പോസ്റ്റുകൾ വരുന്നുണ്ട് ഞങ്ങളെ 3 പേരെയും വെച്ചുകൊണ്ട്. അപ്പം അത് ഈ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഈ മാടമ്പി സ്വഭാവമുള്ള 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറി. അവനവൻ്റെ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ അത് സംസാരിച്ചിരിക്കും. അത് ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ. നമുക്ക് ഈ ഇന്ത്യയിൽ കിട്ടുന്നത്രയും അല്ലെങ്കിൽ നമുക്ക് ഈ കേരളത്തിൽ കിട്ടുന്നത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ എവിടെ കിട്ടും? വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല കേരളത്തിൽ കിട്ടുന്നത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പം നമ്മളിവിടെ അഭിമാനത്തോടെ പറയാം, നമ്മൾ ഈ കേരളത്തിൽ ജനിച്ചവരാണ്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളവരാണ്, നമ്മൾ ചോദ്യം ചെയ്തിരിക്കും, അത് തിരുത്തപ്പെടേണ്ടതിനെ തിരുത്തിയിരിക്കും. നിയമത്തെ പറ്റി കൃത്യമായി ബോധ്യമുള്ള, അവകാശങ്ങളെ പറ്റി കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സാന്ദ്ര തോമസ് തുടരട്ടെ. സത്യം വിജയിക്കട്ടെ. താങ്ക് യു. നമസ്കാരം.